ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ, റിവ്യൂ വീഡിയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഞാൻ സ്മിറ്റയിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് കാണണം. പിന്നെ അതേപോലെ തന്നെ അതെങ്ങനെ ഓർഡർ ചെയ്യുക, എന്തൊക്കെ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്നാലും കുറേ ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ. അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ പോലത്തെ. ഞാൻ അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് കേട്ടോ. പിന്നെ അപ്പോഴൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല സ്മിറ്റനെ പറ്റിയിട്ടൊന്നും. ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിയുന്നത്. പിന്നെ എൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഓരോരുത്തർ വാങ്ങുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ 199 റുപ്പീസിന് നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ, ട്രailer പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. 6 ട്രailer പോയിൻ്റ് ആണ് ഈ സ്മിറ്റ എന്ന് പറഞ്ഞ ആപ്പിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൻ്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചധികം സ്കിൻ കെയർ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും 199 റുപ്പീസിന്. ക്വാണ്ടിറ്റി കുറവാണെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട് മുൻപിട്ട്. അപ്പോൾ കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ വന്നിട്ടുള്ളത് എത്ര പ്രൊഡക്ട്സ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. എൻ്റെ മുന്നേ ഓർഡർ ചെയ്തെന്തോന്ന് ഇതിലുണ്ട്. ഇതൊക്കെ ഞാൻ മുന്നേ ഓർഡർ ചെയ്തതാണ്. ഒബ്റ്റൈൻ ഫേസ് മാസ്ക് ഒക്കെ ഇതൊക്കെ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്തതാണ്. എപ്പോഴും മീൻസ് കുറച്ച് മുന്നേ. അപ്പോൾ ഞാൻ പുതുതായി ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ബേസിക്കാണ് കാണുന്നത് ഇതൊക്കെ. അപ്പോൾ ഇതെന്തൊക്കെ എന്താ വെച്ചാൽ നമ്മൾ വോയിസ് കൊടുക്കുന്ന വഴിയില്ല. ഇങ്ങനെ കാണിക്കുമ്പോൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ക്യാമറ കാണുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എന്തൊക്കെ ചെയ്യേണ്ടതെന്നല്ല, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡിയാക്കി കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്ട്സ് വന്നിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഫേസ് വാഷാണ് കേട്ടോ. പ്ലമ്മിൻ്റെതാണ്. ഒക്കെ ഞാൻ കുറേ വാങ്ങിയിട്ടുള്ളത് പ്ലമ്മിൻ്റെ തന്നെയാണ്. അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. പക്ഷേ ഇത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഫേസ് വല്ലാണ്ട് ഡ്രൈ ആക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ചെറുതായിട്ട് സെൻസിറ്റീവ് ആണ് കേട്ടോ. അപ്പം ഡ്രൈ ആക്കുന്നുണ്ട്, വേറെ പ്രശ്നമില്ല. സംഭവം അടിപൊളിയാണ്. ഫേസ് നല്ല ക്ലീൻ ആവുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫേസ് വാഷാണ് ഫേസ് ഇത്. പിന്നെ എന്താ വന്നിട്ടുള്ളത്, പിന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ബോഡി വാഷൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. സ്മെല്ല് കുഴപ്പമില്ല. നമ്മളെ ഡവിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതൊരു സിറാണ് കേട്ടോ. മീൻസ് ഈ ഗ്ലോയിങ് സ്കിൻ ഫേസ് സിറം. ഇതാണ് കേട്ടോ സിറം. നമ്മുടെ അത്തറിനൊക്കെ വലുപ്പത്തിലാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത് കണ്ടോ ഈ സിറം. ഇതൊന്ന് എനിക്ക് യൂസ് ചെയ്തിട്ട് എന്താ പറയുക, കുഴപ്പമില്ല. 2 മോയ്സ്ചറൈസർ ഉണ്ട്. ഇതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി സ്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. പിലിഗ്രിമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ നല്ല ഫ്രേഗ്രൻസ് ഒക്കെ ആണുള്ളത്. ഏതാ ഫ്രേഗ്രൻസ് എന്ന് പറയാനില്ല, പക്ഷെ നല്ലൊരു സ്മെല്ലുണ്ട്. അയ്യോ, എപ്പം ഞാൻ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്താ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഗൈസ്. നല്ല ഈ ഡ്രൈ സ്കിന്നർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണിത്. പിന്നെ ഗൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ കുറച്ചുകൂടി മുകളിലാണ്. എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കംഫർട്ടബിൾ വീട്ടിൽ നിന്ന് എടുക്കുന്നത്. അവിടെ നിന്നാകുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയേണ്ടത് കിട്ടില്ല, എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ കയറി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴ്ന്ന വഴിക്ക് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ വേണ്ടിയൊക്കെ ഉണ്ടാവും. അവിടെ ആർക്കും എന്തൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കംഫർട്ടബിൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്ന് എടുക്കുന്നത്. പിന്നെ നമുക്കൊരു സൺസ്ക്രീൻ വന്നിട്ടുണ്ട് ഗൈസ്. സൺസ്ക്രീൻ പ്ലമ്മിൻ്റെ എന്താണ് നമ്മളല്ലേ, കൂടുതൽ പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സ് ആണുള്ളത്. പ്ലമ്മിൻ്റെ 35 SPF 35 PA+++ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണിത്. ക്വാളിറ്റി കുറവാണ്. 2 വീട്ടിലാക്കുമ്പോൾ സാധനം തീരും. എന്നാലും നല്ലൊരു എന്താ പറയുക സൺസ്ക്രീനാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഇത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെയും ഒന്നുകൂടി ഒന്ന് വാങ്ങിയത്. നല്ലൊരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര സ്മെല്ലായിക്കോട്ടെ ഇട്ടുണ്ടെങ്കിൽ ഫേസിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ വൈറ്റ് കാസ്റ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു സാധനമാണ് പ്ലമ്മിൻ്റെ ഡേ ലൈറ്റ് സൺസ്ക്രീന്. 15 ml ഉള്ളൂ കേട്ടോ ഗൈസ്. പ്ലമ്മിൻ്റെ തന്നെ ഒക്കെ ഗ്രീൻ ടീ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഫ്രേഗ്രൻസ് ഫ്രീ നോക്കുന്നത്. അത് ഭയങ്കര സ്മെല്ലില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരു വെള്ളം പോലത്തെ സാധനമാണ്. കണ്ടോ, ഞാനിതുവരെ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. കണ്ടോ, നല്ലൊരു കുഴപ്പമില്ല. ഇത് ഓയിൽ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു
മോയ്സ്ചറൈസറാണ്. ഇതുവരെ ഞാൻ വാങ്ങിയിരിക്കും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷനും ഇഷ്ടമൊക്കെ തോന്നിയ ഒറ്റൊരു പ്രൊഡക്റ്റേ ഉള്ളൂ. അതാണ് ഗൈസ് ഈ കാണുന്ന സാധനം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഏതാ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട്, അപ്പോൾ നോക്കി മനസ്സിലാക്കാം. ഇത് ഡാർക്ക് സ്കിന്നുകാർക്ക് നല്ല ഡാർക്ക് മിക്സ് ചെയ്തിടാം കേട്ടോ. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് ഡാർക്കായിട്ട് ലൈറ്റായിട്ടുള്ള ലിപ്സ്റ്റിക് അല്ലെങ്കിൽ വാഷ് ഔട്ടായി നിൽക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ലിപ് ലൈനർ വെച്ചിട്ട് നിങ്ങൾ വരച്ചിടുകയെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഫസ്റ്റ് ഇടുമ്പോൾ ഇതിൻ്റെ ഒരു വാഷ് ഔട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ റെഡി ആയിട്ട് പോകും. പിന്നെ ഞാൻ ലൈറ്റിന് ഓവർ ഇടാണ്ട് ലൈറ്റ് ആയിട്ടപ്പോൾ തന്നെ സംഭവം സെറ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ടോണർ, പ്ലമ്മിൻ്റെ ടോണർ. ഇതാണ് ഇത് കിട്ടിയതിൽ ഏറ്റവും വെച്ച് കുറച്ച് ക്വാണ്ടിറ്റി തോന്നിയത്. 15 ml ഉള്ള സാധനം ടോണറാണ് കേട്ടോ. നല്ലൊരു എല്ലാത്തിനും നല്ല ഒടുക്കത്തെ സ്മെല്ലാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇത് കാണുന്നത്തെ ഒരു വീഡിയോ എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്, എത്രത്തോളം എനിക്ക് മനസ്സിലാക്കാൻ തരാൻ പറ്റിയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ഓരോ കമൻറ്റും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാം ഞാനൊരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക. അതേപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.